ഈ ഒരു നഗര നിർമ്മാണത്തിന് ഒരു കൃത്യമായൊരു പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാടും ഇങ്ങനെയൊക്കെ ആയിട്ട് മാറുകയും നമ്മുടെ ആളുകളൊക്കെ ഈ ഒരു വിധത്തിൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോഴുള്ളത് ഈ ഡിസൻഗോഫ് എന്ന് പറയുന്ന ഈ ചത്വരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു പ്രദേശത്താണ്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ റോഡ് അവസാനിക്കുന്നതിൻ്റെ അവിടെയായിട്ടൊരു വൈറ്റ് ബിൽഡിംഗ് ഒക്കെ. അപ്പോൾ അതിനപ്പുറത്തേക്ക് കടലാണ്. അവിടെ റോഡ് അവസാനിക്കുമല്ല, അവിടെ അതൊരു ടീ റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവിടുന്ന് അതുവഴി വേറെ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് റോഡ് തിരിയുന്നതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് കടലാണ്, ബീച്ച് സൈഡാണ് അവിടം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൻഗോഫ് സ്ട്രീറ്റിൻ്റെ ആ ഒരു ചത്വരത്തിൻ്റെ ഉള്ളിലേക്ക് തിരിയുന്ന ആ ഒരു വഴി എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമാണ്. ഇവിടെ ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല, ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇവരും ഈ ഒരു ഹരിതാഭ വരാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് മൊത്തം കാണാം. എല്ലാം ഒരിടം ഒഴിയാതെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അത് നല്ല പഴക്കമുള്ള മരങ്ങൾ തന്നെയാണ്. ഈ അടുത്ത കാലത്തോ അല്ലെങ്കിൽ ഈ ഒരു സമീപ സമയത്തൊന്നും വെച്ചിരിക്കുന്ന മരങ്ങളല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലുപ്പവുമുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം പ്രായവുമുള്ള മരങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം തിരക്കേറിയ ഒരു സമയമാണ്. ധാരാളം ആളുകളെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടം നേരത്തെ വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവേറിയ നഗരമാണ് ടെല്ലവീവ് എന്ന്. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ടെല്ലവീവിലെ തന്നെ ഏറ്റവും ചെലവേറിയ ഒരു പ്രദേശമാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവേറിയ ഒരു പ്രദേശത്തൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊക്കെ താമസിക്കുന്നത് സെൻട്രൽ ബസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു സ്ലൈസ് ആയിട്ടുള്ള ഒരു പിസയുടെ ഒരു പീസിന് വേണ്ടത് 10 ഷെക്കലാണ്. ഈ ഷെക്കലെന്ന് പറഞ്ഞാൽ ഇസ്രായേലി കറൻസിയാണ്. 10 ഷെക്കലാണ് അവിടെ ഒരു പിസ മേടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടതെങ്കിൽ. ഇങ്ങോട്ടേക്ക് വരുമ്പം ഞാൻ ഇച്ചിരി മുമ്പ് യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു കസിനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ പുള്ളി നമുക്കൊരു പിസയുടെ ഒരു കഷ്ണം മേടിച്ച് തന്നു. അപ്പോൾ ഒരു പീസ്, അപ്പം അതിന് ചിലവായ പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം 40 മുകളിലാണ്. ഏകദേശം ഒരു 42-43 ഷെക്കലാണ് ഒരു കഷ്ണം പിസയ്ക്ക് വേണ്ടിയിട്ട് ചിലവായത്. അതിന് ഒരു വലിപ്പത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുമായിരിക്കും, പക്ഷേ ഒരു 30ഓളം ഷെക്കലിൻ്റെ വ്യത്യാസമാണ് ഞാൻ താമസിക്കുന്ന ഒരേ നഗരത്തിൽ ഞാൻ താമസിക്കുന്ന പ്രദേശവും ഇവിടവും തമ്മിലുണ്ടായിരിക്കുന്നത്. അപ്പം തന്നെ ഒന്ന് ഓർത്ത് നോക്കി, ഒരു 3 ഇരട്ടി 4 ഇരട്ടി വില വ്യത്യാസം ഉണ്ടാകുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊന്നും അല്ല കേട്ടോ ഈ ഡിസൻഗോഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ചത്വരം ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 1.5-2 കിലോമീറ്റർ പോകാനുണ്ട്. ഈ ഒരു വഴി മൊത്തം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇതേപോലെ മനോഹരമായിട്ട് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം കാണണമെങ്കിൽ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല, നമുക്ക് ഈ സൈഡിലുള്ള ബിൽഡിങ്ങുകൾ തന്നെ നോക്കിയാൽ അറിയാം. അവർ കൃത്യമായ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കൃത്യമായ പ്ലാനോട് കൂടിയിട്ടാണ് ഇവർ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും ഇവ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ, ഈ ഒരു നഗര ചത്വരം ഉണ്ടാക്കിയത് ഏകദേശം 1940 കൂടിയാണ്. 1948 കൂടിയാണ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. ഉണ്ടാക്കാൻ തുടങ്ങിയ സമയമാണ് ഈ 1940 എന്നുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ധാരാളം ആളുകൾ സൈക്കിളുകൾ കൊണ്ടും
നമ്മൾ ഈ സൈക്കിളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കിവിടെ. നമ്മളൊരു എന്താ പറയുക, നമ്മുടെ എറണാകുളം നഗരത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്നത് ഒരുപക്ഷെ MG റോഡായിരിക്കും അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട തിയേറ്ററുകൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത് ഈ MG റോഡിൻ്റെ സൈഡിൽ കൂടിയാണ്. പക്ഷെ നമുക്ക് MG റോഡിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഈ കാണുന്നത് പോലെ ഇത്ര വിശാലമായിട്ട് നടക്കാനുള്ളൊരു സൗകര്യമോ ഇതേപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഇവിടെയായിട്ടൊരു ബെഞ്ചൊക്കെ വെച്ചിരിക്കുന്നത്, ഇതേപോലെ ബെഞ്ചൊക്കെ വെച്ചിട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് ഈ വൈകുന്നേരങ്ങൾ, സായാഹ്നങ്ങൾ അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സൗകര്യമൊന്നും നമുക്കങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒരു നഗരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ വികസിച്ചു എന്ന് കരുതുന്നത് അവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു സൗകര്യങ്ങൾക്കനുസരിച്ചായിരിക്കും അല്ലേ. നമ്മുടെ അവിടെ ഒരു എന്താണ് പറയുക, നമ്മുടെ MG റോഡിൻ്റെ മുകളിൽ കൂടെ ഒരു മെട്രോ ഓടുന്നുണ്ട്. ഒരു മെട്രോ ഓടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയും മെട്രോയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ലൈറ്റ് മെട്രോയാണ്. നമ്മുടെ എറണാകുളമായിട്ട് വെച്ച് നോക്കുമ്പം ഈ ടെല്ലവീവ് നഗരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ നഗരമൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനസംഖ്യയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമാണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ. നമ്മുടെ എറണാകുളം നഗരത്തിൽ ഇതിൻ്റെ വളരെ ഇരട്ടികളുണ്ട് ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ നഗരത്തിൻ്റെ ഒരു ചുറ്റളവ് നോക്കിയാലും എറണാകുളത്തിൻ്റെ അത്രയും വരില്ല ടെല്ലവീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു നീല കളർ അടിച്ചിരിക്കുന്നത്. അതൊക്കെ ഇലക്ട്രിക് സൈക്കിളുകളോ അല്ലെങ്കിൽ ഇവിടുന്ന് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സൈക്കിളുകളോ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു സമയത്തല്ല, ഏത് സമയത്താണെങ്കിലും അതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന, മുൻഗണന കൊടുക്കുന്ന ഗവൺമെൻറ്റുകളാണ് പൊതുവെ വന്നു പോകാറുള്ളത്. പിന്നെ ഇത്ര തിരക്കേറിയ, ഇത്ര ജീവിത ചെലവേറിയ ഒരു നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇവർ നിർമ്മിച്ചിരിക്കുന്നതും സംരക്ഷിച്ചിരിക്കുന്നതും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് കാണാം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഇവരുടെ സ്ഥലം പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ആളുകളുടെ ഒരു എന്താണ് പറയുക, അവരുടെ ഒഴിവു സമയം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇത് ഈ സൈക്കിളുകൾക്ക് പോകാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ സൈക്കിളൊന്നും വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിലൂടെ നടന്നതാണ്. അപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ചെറിയ റോഡാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന, ഇങ്ങോട്ടേക്ക് ജോയിൻ്റുള്ള മറ്റൊരു റോഡാണ് നമ്മളിപ്പം ഈ സൈഡിൽ കൂടെ കാണുന്നത്. അപ്പോൾ ഇതേപോലുള്ളൊരു സ്ഥലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിസമ്പന്നരെ വല വീശുകയും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഉപകാരമില്ലെങ്കിലും ഒരു എന്താ പറയുക, ഒരു ബിൽഡിംഗ് അങ്ങോട്ട് ഉണ്ടാക്കിയിടും. വലിയ പ്ലാനിങ്ങോ പദ്ധതികളോ ഒന്നും ഉണ്ടാവില്ല, എന്നാലും പൈസ പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരിതുണ്ടാവും. ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിടും. അപ്പം നമുക്കിവിടെ നോക്കാം, ഈ ആളുകൾ വൈകുന്നേരങ്ങളിൽ നടക്കാനും ഓടാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെ ധാരാളം വരികയും ഇതിലൂടെ കുഞ്ഞു മക്കളെ കൊണ്ട് ധാരാളം ആളുകൾ ഇതിലൂടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു നഗര നിർമ്മാണത്തിന് ഒരു കൃത്യമായൊരു പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാടും ഇങ്ങനെയൊക്കെ ആയിട്ട് മാറുകയും നമ്മുടെ ആളുകളൊക്കെ ഈ ഒരു വിധത്തിൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഞാനിത് കാണിച്ചത് ഈ ഒരു പ്രദേശം മാത്രമല്ല. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ റോഡിനപ്പുറത്തേക്കും ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. ഇവിടെ മാത്രമല്ല, ഈ ടെല്ലവീവ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ വിധത്തിൽ
സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ ഈ റോഡും ഈ റോഡിൻ്റെ സൈഡിലും ഈ മീഡിയനുകൾക്കിടയിലും ഒക്കെ ആയിട്ട് ധാരാളം ഒരു ചെറിയൊരു പാർക്ക് പോലെ ഇങ്ങനെ ധാരാളം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണെന്ന്. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ റോഡിൻ്റെ സൈഡുകളിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് ഭക്ഷണശാലകളും അതേപോലെ വൈൻ ഷോപ്പുകളും ബിയർ പാർലറുകളും ഒക്കെ ധാരാളം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരുടെ കൂടെ കുടുംബങ്ങളുടെ കൂടെയൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് ഇവിടുത്തെ വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണെന്ന്. അപ്പോൾ ഈ ഒരു തിരക്കേറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ പല സമയങ്ങളിൽ പലതവണ പല വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രായേലിൽ ഭീകരാക്രമണം, ഇസ്രായേലിൽ തോക്കുകൊണ്ടിറങ്ങിയിട്ട് ആളുകളെ വെടിവെച്ചു, അക്രമിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെ ഉള്ളത്. അപ്പം ചില വാർത്തകളൊന്നും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഞാനിവിടെ താമസിക്കുന്നതായതുകൊണ്ട് ഏകദേശം കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് 1.5 വർഷത്തോളമായിട്ട് ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ അറിയാറുണ്ട്. പൊതുവേ നമ്മൾ അറിയുമല്ലോ, അപ്പോൾ അങ്ങനെ അറിയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അക്രമങ്ങളിൽ ഭൂരിപക്ഷവും നടക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഒരു ഡിസൻഗോഫ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ചത്വരം. ഇപ്പം എന്താ പറയുക, ചിലപ്പോൾ ഇതിലൂടെ സ്വാഭാവികമായിട്ടും നടന്നു പോകുന്ന ഒരുത്തനായിരിക്കും, ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ തോക്കെടുത്തിട്ട് പെട്ടെന്ന് വെടിവെച്ചിട്ടിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 4-5 മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു കസിനെ ഞാനിവിടുന്ന് കണ്ടുമുട്ടിയിരുന്നു. അപ്പം പുള്ളി ജോലി ചെയ്യുന്നത് ഇവിടെയാണ്, ഇടുക്കിക്കാരനാണ്. ജോലി ചെയ്യുന്നത് ഈ ഒരു പ്രദേശത്തൊക്കെ ആയിട്ടാണ്. അപ്പം പുള്ളിക്കാരനാണ് എന്നോട് അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കാറുണ്ടെന്നും ഒരു 4-5 മാസം മുമ്പ് ഇതേപോലെ ഒരു ഭീകരാക്രമണം ഇവിടെ നടന്നെന്നും എന്നോട് പറഞ്ഞു തന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ അക്രമി വരികയും വന്ന് 1-2 പേരെ വെടിവെച്ചിട്ടിട്ട് കൂളായിട്ട് നടന്ന് ഞാനിപ്പോൾ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നേരെ പുറകിലേക്ക് ബീച്ച് സൈഡിലേക്ക് നടന്നു പോവുകയും ചെയ്തു. എന്നിട്ട് അയാളെ പോലീസ് പിടിച്ചത് ജാഫ, ഞാൻ പറഞ്ഞിട്ടില്ല മറ്റേ 3800 വർഷം പഴക്കമുള്ളൊരു നഗരത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ജാഫയുടെ തീരത്ത് ആ ഭാഗത്ത് വെച്ചിട്ടാണ് പോലീസ് അയാളെ പിടിക്കുന്നത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇവിടങ്ങളിൽ ഇതേപോലെ അക്രമികൾ ചിലപ്പോൾ കത്തി കൊണ്ടായിരിക്കും, ചിലപ്പോൾ തോക്കുകൾ കൊണ്ടായിരിക്കും ഇങ്ങനെ ഇറങ്ങിയിട്ട് പൊതുവെ അക്രമങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പം ഭൂരിഭാഗം സമയങ്ങളിലും ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവരെ വെടിവെച്ച് പൊതുജനങ്ങളാണെങ്കിലോ ഇല്ലെങ്കിൽ പോലീസാണെങ്കിലോ വെടിവെച്ച് വീഴ്ത്തുകയായിരിക്കും ചെയ്യുക. ഒരുപക്ഷെ സർവീസിലുള്ളവരൊക്കെ ആയിരിക്കാം വെടിവെച്ചത്, ഇപ്പം വെടിവെച്ചിടുന്നത്. ഇപ്പോൾ പൊതുവേ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് ഒത്തിരി ദൂരമൊന്നും പോകാനോ അവർക്കിങ്ങനെ രക്ഷപ്പെടാനോ ഈ ഒരു പ്രദേശങ്ങളിൽ നിന്ന് പറ്റില്ല. പക്ഷേ ധാരാളം ആളുകളെ ഇവർക്ക് മുറിവേൽപ്പിക്കാനോ ദേഹോപദ്രവം ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിക്കാനോ ഇവർക്ക് കഴിയാറുണ്ട്. ഇപ്പം ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5-6 പേരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, എല്ലാവരും തന്നെ ഒത്തിരി ധാരാളം ആളുകൾ ഇതിലൂടെ നടക്കുകയും ഈ ഷോപ്പുകളിലൊക്കെ ഇരിക്കുകയും ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ആ ഒരു ഒഴിവു സമയം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിലുള്ള നടപ്പ് ആരോഗ്യം ശ്രദ്ധിക്കുന്നവരും ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്ര വലിയൊരു പ്രധാനപ്പെട്ട ഒരു റോഡായിട്ടും വാഹനങ്ങളുടെ വലിയ തിരക്കൊന്നുമില്ല, ഇത്രയും വാഹനങ്ങളെ കാണാനുള്ളൂ. അതിന് കാരണം വേറൊന്നുമല്ല, ലെയറുകളായിട്ടാണ് ഇവർ റോഡുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 ലൈൻ ബിൽഡിങ് കഴിഞ്ഞ് ഈ നഗരത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ ചത്വരത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത റോഡാണ്. ഇവിടെ ഈ ഒരു നഗരം മൊത്തത്തിൽ തന്നെ ഇങ്ങനെയാണ്. ഞാൻ മറ്റ് രാജ്യങ്ങളിലെ മറ്റ് നഗരങ്ങളൊന്നും ഒത്തിരി കണ്ടിട്ടൊന്നുമില്ല, ആകെ കണ്ടിരിക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതായത് അവർ ഓരോ സ്ഥലവും യൂട്ടിലൈസ് ചെയ്തിട്ട്
എല്ലാ റൂട്ടിൽ കൂടെയും തന്നെ സർവീസുകളുണ്ട്, ബസ് സർവീസുകളുണ്ട്. അപ്പം നമ്മുടെ കൊച്ചിയിലൊക്കെ ഇത് നോക്കുവാണെങ്കിൽ മെയിൻ റോട്ടിൽ കൂടെ ഒരു സർവീസ് കാണും. അല്ലാതെ ഒരു സർവീസ് അവിടെ റോഡ് സർവീസ് റോട്ടിൽ കൂടെ ബസ് സർവീസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസ് തീരെ കുറവാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ 3-4 ലൈനുകളായിട്ടാണ് ഇവിടെ ബസ്സുകൾ പോകുന്നത്. അത് എല്ലാ ഭാഗങ്ങളും കണക്റ്റ് ആക്കിയിട്ട് കൃത്യമായ രീതിയിലാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നത് നമ്പറുകളാണ്, ബസ്സിൻ്റെ നമ്പറുകളാണ്. അപ്പോൾ ഇന്ന നമ്പർ ബസ്സുകൾ ഇന്ന ഭാഗത്തൂടെ പോകുമെന്നുള്ളത് നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ ഒരു ലൊക്കേഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ബസ് സർവീസുകളുടെ നമ്പറുകളടക്കം ബസ് സർവീസ് കാണിക്കും. അതിനകത്ത് നമുക്ക് പോകേണ്ട നമ്പറുകളടക്കമാണ് കാണിക്കുക. നമ്മുടെ കേരളത്തിലെങ്ങും ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്താ പറയുക, മുംബൈയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ സമയം അവിടെ മാപ്പിൽ കാണിക്കാറുണ്ടായിരുന്നു. ബസ്സിൻ്റെ കാര്യം കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതായാലും ഓർമ്മയിൽ നിൽക്കുന്നത് പോലെ എന്നാ പറഞ്ഞാലും ഇതിനു മുമ്പ് ഞാനിവിടെ യാത്ര ചെയ്തിട്ടില്ല ഇങ്ങനെ ഈ മാപ്പ് നോക്കിയിട്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എങ്ങോട്ട് പോകണമെങ്കിലും മാപ്പിൽ ജസ്റ്റ് നോക്കിയേച്ചാൽ മതി. ബസ് സർവീസുകളും ധാരാളം മറ്റു മാർഗ്ഗങ്ങളും ഒക്കെ നമുക്കിതിനകത്ത് കാണിക്കും. ഈ ഒരു സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് ജനങ്ങളെ ഏൽപ്പിക്കാത്തതുപോലെയാണ് സർവീസ് നടത്തുന്നതും അത് ഹാൻഡിൽ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഏകദേശം 5.5 ഷെക്കലാണ് ഒരു 1.5 മണിക്കൂറത്തേക്ക് ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ. ഞാനത് മുൻപ് പറഞ്ഞതാണെന്ന് തോന്നുന്നു. 1.5 മണിക്കൂറത്തേക്ക് 5.5 ഷെക്കലാണ് ഒരു ബസ്സിന്. അതായത് ഇപ്പം നമ്മൾ ഒരു ബസ്സിന് കയറിയിട്ട് കുറച്ച് അപ്പുറത്ത് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂറത്തേക്ക് നമുക്ക് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോകണമെങ്കിലോ അല്ലെങ്കിൽ കണക്ഷൻ ബസ് കയറണമെങ്കിലോ നമുക്ക് ഈ 5.5 ഷെക്കൽ കൊണ്ട് തന്നെ നടക്കും. അപ്പോൾ വലിയ പൈസയൊന്നുമില്ല. ഈ സർവീസുകളൊക്കെ കൃത്യമായ രീതിയിൽ ഇവർ നടത്തുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഇസ്രായേലിലെ മറ്റൊരു നഗരത്തിലേക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പ് പോയി. അപ്പോൾ ബെർഷേവ എന്ന് പറയും. ബെർഷേവ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ്. വലിപ്പം കൊണ്ട് ഏകദേശം 3-ാമത്തെയോ അല്ലെങ്കിൽ 4-ാമത്തെയോ നഗരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബെർഷേവ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടേക്ക് പോയി. ഇവിടുന്ന് ടെല്ലവീവിൽ നിന്ന് 1.5 മണിക്കൂറോളം യാത്രയുണ്ട് ബസ്സിന്. അപ്പോൾ ഈ ബസ്സിന് ഞാനവിടെ പോയി. ഞാൻ നോക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് സർവീസ് നടത്തുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഓടേണ്ട ബസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ് ആക്കിയത്. സാധാരണ ബസ്സുകൾ ഇങ്ങനെ ഒരു കളർ കോഡ് ഉണ്ടായിരിക്കും ഇവിടുത്തെ ബസ്സുകൾക്ക്. അപ്പോൾ എല്ലാ ബസ്സുകളും തന്നെ ആ ഒരു കോഡിനുള്ളിൽ നിന്നിട്ടാണ് സർവീസ് നടത്തുക. അപ്പോൾ അങ്ങനെ ഒരു കളർ കോഡൊന്നുമില്ല. നോർമലി ആളുകൾക്ക് വേണ്ടിയിട്ട് സർവീസ് നടത്തുന്ന ബസ്സാണ്. അപ്പോൾ കാർഡുള്ളവർക്ക് അപ്പോൾ നോർമലി ഇവിടുത്തെ ബസ് സർവീസുകൾ ഇതാകുന്നത് പൈസ ക്യാഷ് കൊടുത്തിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ബസ്സിനകത്ത് ഓരോ മെഷീൻ ഉണ്ടാവും ഈ കാർഡ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർഡുള്ളവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇല്ലാത്തവരെ ഇറക്കി വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഈ കാർഡില്ലാതൊക്കെ 1-2 തവണ യാത്ര ചെയ്തു. പക്ഷേ എന്നോട് അവർ ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഇത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുകയൊന്നും ചെയ്തിട്ടില്ല അവർ ഇതിനു മുമ്പ്. എനിക്ക് പലതവണ ഞാൻ ബസ്സിൽ കയറിയതിന് ശേഷം ബസ്സിനകത്ത് ഈ കാർഡിനകത്ത് പൈസ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ കാർഡ് വർക്കാകാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ സമയങ്ങളിലൊന്നും ഈ ഡ്രൈവർമാരോ ഒന്നും മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ മിക്ക ദിവസവും ടിക്കറ്റ് ചെക്കർമാരുണ്ട്. അവരും മോശമായ രീതിയിലൊന്നും പെരുമാറുന്നത് കണ്ടിട്ടില്ല. അഥവാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് എടുക്കുക എന്നല്ല, ഞാനത് ശ്രദ്ധിച്ചതാണ്. ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ചില സമയങ്ങളിൽ കാർഡ് റീഡ് ആവില്ല. അത് കൃത്യമായ രീതി വെക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് ചെക്കർമാർ വീണ്ടും വെക്കുകയോ അതിൽ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരോട് ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കള്ളന്മാരെന്ന രീതി നോക്കാനൊന്നും ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാടുകളിലൊക്കെ സ്വകാര്യ ബസ് സർവീസുകൾക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ വാദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സ്വകാര്യ ബസ് സർവീസുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും പൊതുജനങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞ ഒരു സേവനം എന്ന രീതിയിൽ പെടുമെങ്കിൽ പോലും
അതൊരു പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്നതായിട്ട് ഞാൻ ഒരിക്കലും കരുതുകയുമില്ല. കാരണം അത് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പൊതുയാത്രാ സൗകര്യം അല്ലെങ്കിൽ KSRTC പോലുള്ള യാത്രാ മാർഗങ്ങളെ ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. സർക്കാർ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ഗതാഗത സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്കൊരിക്കലും സ്വകാര്യ ബസ് സർവീസിനെ അനുകൂലിക്കാനേ കഴിയില്ല. അപ്പം മറ്റുള്ള നമ്മുടെ കേരളത്തിലെ അവസ്ഥേനെ നമുക്ക് ആ ഒരു രീതിയുമായിട്ട് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൈസ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് നമ്മുടെ KSRTC ആണെങ്കിലും അല്ലെങ്കിൽ സ്വകാര്യ ബസ് സർവീസൊക്കെ ആണെങ്കിലും. ഒരു 5 രൂപ 6 രൂപ എണ്ണയ്ക്ക് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരപ്പം തന്നെ പൈസ കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ നമ്മുടെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്വകാര്യ ബസ് സർവീസ് ഇതേപോലെ നീണ്ടു കിടക്കുന്ന ഒരു സംസ്ഥാനവും കൂടിയാണ് കേരളം എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതേപോലുള്ളൊരു സ്ഥലത്ത് ഈ അടിക്കടി ഗതാഗത ഈ ബസ്സുകളുടെ ചാർജുകളൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിക്കും പൊതുജനങ്ങളുടെ തലക്കടിക്കുന്നൊരു ഒരു സംവിധാനം തന്നെയാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുമായിട്ട് തട്ടിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ നോർമൽ ജോലി ചെയ്ത് ജീവിക്കുന്ന അവർക്ക് ഒരാൾക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലുണ്ട്. വെറും 5.5 ഷെക്കലാണ്. അത് ഒരു 1.5 മണിക്കൂർ എന്നുള്ളൊരു ലെവലിൽ വെച്ചിട്ട് 5.5 ഷെക്കലാണ് ഇവിടെ ചാർജ് ആവുന്നത്. ഇപ്പോൾ സിറ്റി ടു സിറ്റി, അതായത് ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകാനൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഷ്കലോൺ എന്ന് പറയുന്നൊരു ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറുണ്ട്. ഏകദേശം ഒരു 5-6 സ്റ്റോപ്പുകളേ ഉള്ളൂ. മെയിൻ റോട്ടിൽ കൂടെ തന്നെയാണ് ബസ്സുകൾ പോകുന്നത്. എല്ലാം AC ബസ്സാണ്. പറഞ്ഞതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എല്ലാം AC ബസ്സുകളാണ് ഇവിടെ സർവീസ് ചെയ്യുന്നത്. ഇത് ലോ ഫ്ലോർ സർവീസാണ് ഈ പോകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ലോ ഫ്ലോർ AC സർവീസ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എടുത്തിട്ട് കോഴിക്കോട് ടു തിരുവനന്തപുരം ആരെങ്കിലും കയറുമോ എന്നല്ല, നമ്മൾ കയറും, വേറെ വഴിയില്ല. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ KSRTCയുടെ ദീർഘവീക്ഷണമാണ് നമ്മൾ നോക്കേണ്ടത്. കോഴിക്കോട് ടു തിരുവനന്തപുരം, എറണാകുളം തിരുവനന്തപുരം, ഇങ്ങനെ പല സർവീസുകളും നമ്മൾ ഈ ലോ ഫ്ലോർ AC ബസ്സുകൾ കൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ ലോ ഫ്ലോർ AC ബസ് എന്ന് പറഞ്ഞാൽ സിറ്റി സർവീസിനുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇരുട്ടായിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ധാരാളം ആളുകളെയൊക്കെ കാണാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു തീവ്രവാദ ആക്രമണ സാധ്യത ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം മിക്കപ്പോഴും തന്നെ പോലീസ് പിക്കറ്റിങ്ങും പോലീസുകാരെയൊക്കെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെക്കിങ്ങൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം. അത് ഒരു നോർമലി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടങ്ങളിലൊക്കെ. ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ കയറുമ്പോൾ, ഒരു മാളിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ കയറുമ്പോൾ ഇവിടെ ചെക്കിങ് വളരെ അധികമാണ്. ധാരാളം ആളുകളൊക്കെ കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തീവ്രവാദ അറ്റാക്കുകൾക്കും ഒക്കെ ആയിട്ട് വളരെ പേരുകേട്ട ഒരു സ്ഥലമായിരിക്കും. അവർക്ക് ഏറ്റവും താല്പര്യമുള്ള സ്ഥലങ്ങളായിരിക്കും ഈ ആളുകൾ വളരെ കൂടുന്നൊരു സ്ഥലം. അപ്പോൾ അതൊക്കെ പ്രതിരോധിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യവും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയും തിരക്കേറിയ ഒരു ഭാഗത്ത് ഇവിടെ പൊതുജനങ്ങൾക്ക് അവരുടെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഇത് മറ്റൊരു ഭാഗം, നമ്മൾ നേരത്തെ കണ്ടതൊരു ഭാഗം, ഇത് മറ്റൊരു ഭാഗം. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങൾ ഇവിടുത്തെ ഈ നഗരത്തിൽ മാത്രമല്ല, ഇസ്രായേലിൽ എല്ലായിടത്തും തന്നെ ഉള്ള നഗരങ്ങളിലെല്ലാം ഇതേപോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചിലവരൽപ്പം കൂടുതലാണെങ്കിൽ പോലും ഇവിടുന്ന് ഈ പറഞ്ഞതുപോലെ ഈ ഒരു പരിസരങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ ഒരു ചിലവ് വലിയ കുഴപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം അവർക്ക് വരുമാനവും ഏകദേശം അതുപോലൊക്കെ തന്നെ ഉണ്ട്. സമ്പന്നർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഇപ്പോൾ സമ്പന്നരല്ല എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഇവിടെ ജോലിക്ക് വരുന്നവരോ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ സാമ്പത്തികമായിട്ട് ഇച്ചിരി പിന്നോക്കമുള്ളവരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണാം ഇതൊക്കെ സൈക്കിളിന് പോകാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ്. ഉണ്ടോ,
വൺ സൈഡ് 2 സൈഡ് സൈക്കിള്, 2 സൈഡിൽ കൂടെ സൈക്കിളുകൾ പോകുന്ന കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ സൈക്കിളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടും നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഇതേപോലെ സ്ഥലങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സ്ഥലങ്ങൾ ഒഴിച്ചിട്ടിരിക്കുക മാത്രമല്ല, ഇത് കൃത്യമായ രീതി മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ടാറ് ചെയ്തിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടാണ് ഈ സൈക്കിളിനുള്ള ഗതാഗതം ഇവിടെ ഒഴിച്ചിട്ടിരിക്കുന്നത്. ഇപ്പം ജനങ്ങൾ നടക്കുകയും സൈക്കിൾ ഓടിക്കുകയും കൂടെ ചെയ്താൽ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ലല്ലോ. കാരണം ജനങ്ങൾ ഇതേപോലെ ഇത്രയധികം ജനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടെ ഒരു സൈക്കിൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെ ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വസ്ത്രശാലകളും ചെരുപ്പിൻ്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അങ്ങനെയുള്ള ഷോപ്പുകളും അതിനേക്കാൾ അധികം കാണാൻ വേണ്ടിയിട്ട് പറ്റുക ബിയർ പാർലറുകളും വൈൻ പാർലറുകളും ഭക്ഷണശാലകളും ബാറുകളും ഒക്കെയാണ്. അപ്പം വൈകുന്നേരങ്ങളോടുകൂടി സന്ധ്യയോട് കൂടിയിട്ട് ഇവിടുത്തെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു, ഈ വീഡിയോ പല ഭാഗങ്ങളിൽ കണ്ടു, ഇങ്ങനെ പുറത്തേക്ക് ചെയറുകളോ അല്ലെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് ആളുകൾ ഇരുന്ന് ഭക്ഷിക്കുകയും ഉല്ലസിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചില ഭാഗങ്ങളിൽ ബാറുകളുണ്ട്. അപ്പം ബാറുകളിൽ എങ്ങനെയാണ് ഡാൻസുകളും പരിപാടികളും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ജനതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനിതിനു മുമ്പ് നമ്മുടെ മലയാളം കേരളത്തിൽ നിന്ന് വന്നവരുടെ ഒരു ഗ്രാമത്തിലേക്ക് പോയി വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞ് ബസ്സുകൾ വളരെ കുറവാണ്. അപ്പം ബസ്സുകൾ കുറവാണ്, അങ്ങോട്ടേക്ക് എന്താ പറയുക, അവിടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഉള്ളത് കുറച്ച് പിള്ളേർ, ഇല്ലെങ്കിൽ എന്നെപ്പോലെ ജോലി ചെയ്യുന്നവർ 7-8 പേരുണ്ട് ആ ഒരു ഗ്രാമത്തിൽ ജോലി ചെയ്യുന്നവർ. അവർ അല്ലെങ്കിൽ കുറച്ച് അറബികൾ, സാമ്പത്തികം അടിച്ചിട്ട് പിന്നോക്കം നിൽക്കുന്ന അറബികൾ, അവരൊക്കെ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. പക്ഷേ ഏകദേശം ഒരു 20 വർഷം മുമ്പ് അവിടുത്തുകാർ സമരം ചെയ്തിട്ട് നേടിയെടുത്ത ഒരു ബസ് സർവീസാണത്. എന്നോട് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സർവീസ് ഇതുവരെ നിർത്തിയിട്ടില്ല. ആളില്ല. അത്യാവശ്യം ചില സർവീസുകൾ, ഒരു 3-4 സർവീസുകളൊക്കെ അതിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ സർവീസുകളിലൊക്കെ 3-4 പേര്, അത്രയും പേരൊക്കെ ഉള്ളൂ. അത് ഭൂരിഭാഗവും ഒന്നെങ്കിൽ വിദ്യാർത്ഥികൾ, ഞങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. നാളെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. നാളെ വൈകുന്നേരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ഭയങ്കര ആളുകളായിരിക്കും. കാരണം അവരവരുടെ ഒഴിവ് സമയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പുകളൊക്കെ കണ്ടില്ലേ, ഇതേപോലെ ആളുകൾക്ക് ഇരുന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടും, ഇനി അഥവാ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും. എന്നിട്ട് അവർ നമ്മൾ നേരത്തെ കാണിച്ച പാർക്കുകൾ പോലുള്ള ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ഇരുന്നിട്ടായിരിക്കും അവർ ഭക്ഷണം കഴിക്കുക. അപ്പം വളരെ എന്താണ് പറയുക, ഇവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ വളരെ നമ്മളെയൊക്കെ വളരെ ആകർഷിക്കുന്ന രീതിയിലാണ്. അപ്പം അത്തരമൊരു സംസ്കാരം ഇവിടെ വളർത്തിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇവിടെയും സ്വാതന്ത്ര്യം ഏകദേശം ഒരേ അടുത്തടുത്താണ്. ഇവിടെ ഏകദേശം 1948, നമ്മുടെ നാട്ടിൽ 1947. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത്, നമ്മൾ പല ഇതിൽ കേട്ടിട്ടുണ്ടായിരിക്കും, 1948 ഇങ്ങോട്ടേക്ക് ജൂതർ 48 മുതൽ, അതായത് അവർക്ക് ഈ ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യ സ്ഥാപകമായതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കുടിയേറി തുടങ്ങിയെന്ന്. പക്ഷേ ശരിക്കും അങ്ങനെയൊന്നുമല്ല. ഏകദേശം 1900-ൻ്റെ തുടക്കങ്ങളിൽ അല്ലെങ്കിൽ 1800-കളുടെ അവസാനം മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ജൂതരുടെ കുടിയേറ്റവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുടിയേറിയവരാണ്. ഞാൻ നേരത്തെ ജാഫയുടെ ചരിത്രം പറഞ്ഞ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുടിയേറിയവരാണ് ജാഫ നഗരത്തിലെ ജൂതന്മാരുടെ ജനസംഖ്യ പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് കാരണമായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ജനസംഖ്യ കൂടിയപ്പോഴത്തേക്കും മറ്റൊരു വിഭാഗത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുടിയേറിയവർ താമസിക്കാൻ വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളൊന്നും ഇല്ലാതായപ്പോഴത്തേക്കും, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാതായപ്പോഴത്തേക്കും, അവിടെ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടന്നപ്പോഴത്തേക്കും പുറത്തേക്ക് വന്നിട്ട് ഉണ്ടാക്കിയ പ്രദേശങ്ങളാണ്, നിരത്തിയെടുത്ത് ഉപയോഗപ്രദമാക്കിയ ഒരു പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഈ നഗരം എന്നൊക്കെ പറഞ്ഞ്, ഈ ടെലവീവ് നഗരം എന്നൊക്കെ പറഞ്ഞാൽ, ഈ ഡിസൻഗോഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1940 ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. 1940 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. 48 കൂടിയിട്ട്
ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തൊരു സ്ഥലമാണ്. ഇവിടെ അല്ല ശരിക്കും ഇത് ഇതൊക്കെ അതിന് ശേഷം മോടി പിടിപ്പിച്ച കാര്യങ്ങളാണ്. പ്രധാന സ്ക്വയറുണ്ട്, ഒരു ചത്തുരം, ആ ഒരു പ്രദേശത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫൗണ്ടനൊക്കെ വെച്ച് മനോഹരമായ രീതിയിലുണ്ടാക്കി. അത് പലതവണയായിട്ട് പൊളിക്കലും പണിയലുകളും ഒക്കെ നടന്നു. അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്നത് ഒരു എന്താണ് പറയുക, ആദ്യമേ ആ ഒരു സമയത്തെ ആ സമയത്തെ ഒരു സ്റ്റൈലിനനുസരിച്ച് അന്നേരം ഉണ്ടാക്കി. അപ്പോൾ എന്നിട്ട് ഇവിടുത്തെ ഈ ടെലവീവ് നഗരത്തിലെ ആദ്യത്തെ മേയറുടെ വൈഫിൻ്റെ പേരാണ് ഈ ചത്തുരത്തിന് ഇട്ടിരിക്കുന്നത്. ഡിസൻഗോഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മേയറായിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആണ് ഈ ചത്തുരത്തിന് ഇങ്ങനെ ഈ പേരിട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവല്ലോ അല്ലേ? ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല. കൂടുതൽ കാഴ്ചകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇവിടുത്തെ രാത്രിയിലെ കാഴ്ചകളും നൈറ്റ് ലൈഫിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഇവിടുത്തെ നൈറ്റ് ലൈഫും മറ്റ് പല പ്രദേശങ്ങളിലെ നൈറ്റ് ലൈഫുമായിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അത്തരം വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക.